ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നതും സെയിൽ വീഡിയോയുമായിട്ടാണ്. സെയിലിന് റെഡിയായിരിക്കുന്നത് 10 മണി ചെടികളും കോളിസ് ചെടികളുമാണ്. കോളിസ് ചെടികളുടെ ഒരു 30 വെറൈറ്റിയും 10 മണി ചെടികളുടെ ഒരു 15 വെറൈറ്റിയുമാണ് സെയിലിന് വേണ്ടി റെഡിയായിരിക്കുന്നത്. 10 മണി ചെടികളുടെ കട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് ഒരു വെറൈറ്റിക്കാണ് 10 രൂപ എന്ന് പറയുന്നത്. ആ ഒരു വെറൈറ്റിയുടെ 2-3 കട്ടിങ് വീതം കാണും. ചിലപ്പോൾ കൂടുതലുള്ള ഐറ്റം ആണെങ്കിൽ അത് നമ്മൾ അതിൽ കൂടുതലായിട്ട് വയ്ക്കുകയും ചെയ്യും. കോളിസ് ചെടികളുടെ ഒരു വെറൈറ്റിക്ക് 10 രൂപയാണ്. അതിൻ്റെ ഒരു കട്ടിങ് ആയിരിക്കും നമ്മൾ തരുന്നത്. ഇപ്പം ചില ആൾക്കാരൊക്കെ വാട്സാപ്പിൽ ചോദിക്കാറുണ്ട്, കോളിസ് ചെടിയുടെ 2-3 കട്ടിങ്ങുകളൊക്കെ തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. നമ്മൾ DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും അയക്കാറുണ്ട്. കൂടുതലായിട്ട് അയക്കുന്നത് DTDC വഴിയാണ്. പിന്നെ ചിലർ പറയാറുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം എന്ന് പറയുന്നവർക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വീഡിയോയിൽ ഞാൻ ഈ 10 മണിയുടെ ആണെങ്കിലും കോളിസിൻ്റെ ആണെങ്കിലും കട്ടിങ് സൈസ് കാണിക്കുന്നുണ്ട്. അപ്പം പ്രത്യേകമായിട്ട് വാട്സാപ്പിൽ ചോദിക്കാറുള്ളത് കൊണ്ടാണ് അതുകൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പ്ലാന്റ് സൈസ് കാണാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ. ആ രീതിയിലുള്ള കട്ടിങ് ആയിരിക്കും നമ്മൾ തരുന്നത്. എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും തരുന്നത്. പിന്നെ കോളിസ് ചെടികൾ നമ്മൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നട്ടിട്ട് ഇപ്പോൾ ചൂട് സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 ദിവസമെങ്കിലും മിനിമം നമ്മൾ തണലത്ത് തന്നെ വയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടത്ത് പെട്ടെന്ന് വാടിപ്പോവും. പക്ഷേ വേര് പിടിപ്പിച്ചെടുക്കാനൊന്നും പാടൊന്നുമില്ല. തണലത്ത് വയ്ക്കണം എന്നുള്ള ഒരൊറ്റ കാര്യമേ ചെയ്താൽ മതി. അതിനുശേഷം വേര് പിടിച്ചതിന് ശേഷം നമ്മൾ വെയിലത്തേക്ക് എടുത്തു വയ്ക്കാം. അപ്പം അതുപോലെ തന്നെ കോളിസ് ചെടിയുടെ കാര്യത്തിൽ നമ്മൾ നടുമ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളങ്ങളൊന്നും ഇടണ്ട. നമ്മൾ കട്ടിങ് നടുമ്പോൾ വളമൊന്നും ഇടാതെ നിങ്ങളുടെ അവിടുത്തെ ഏത് മണ്ണാണോ ഉള്ളത് ആ മണ്ണ് മാത്രം എടുത്തിട്ട് നടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ചാണകപ്പൊടിയോ മറ്റു വളങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് നടാനായിട്ട് നിൽക്കരുത്. അങ്ങനെ നട്ടാലും കേടായി പോകും. അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയാനായിട്ടുള്ള കാരണവും അതുകൊണ്ടാണ്. നിങ്ങളുടെ അവിടുത്തെ മണ്ണ് ഏതാണോ ആ മണ്ണ് എടുത്തിട്ട് നട്ട് കുറച്ച് ദിവസം തണലത്ത് വയ്ക്കുക. വേര് പിടിച്ചതിന് ശേഷം നല്ല വെയിലുള്ള ഒരു പോർഷനിലേക്ക് സെറ്റ് ചെയ്യുക. കോളിസിന് വെയിൽ വേണ്ട ചെടിയാണ്, എന്നാൽ മാത്രമേ അതിന് നല്ല കളറുകൾ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഒന്ന് കിളിച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് അതിൻ്റെ തുമ്പ് പോർഷൻ ഒന്ന് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇടച്ചനപ്പോടെ വളരുന്നതായിട്ടും കാണാൻ പറ്റും. പിന്നെ 10 മണിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നുമില്ല. നമ്മൾ നടുമ്പോൾ തന്നെ വളയിട്ട് കൊടുക്കാം, അത്യാവശ്യം വെയിലത്തേക്ക് വെക്കാം. കാരണം തണലത്ത് വയ്ക്കുന്നതാണ് കൂടുതൽ പ്രശ്നം. കാരണം ചിലർ മറ്റ് ചെടികളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ 10 മണികളും തണലത്തെടുത്ത് വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വയ്ക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സിൻഡ്രല്ല ഒക്കെ ആണെങ്കിൽ തണലത്ത് വെച്ച് പിന്നെ നിങ്ങൾ വെള്ളവും കൂടെ ഒരുപാട് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മണിയാണെങ്കിലും നമ്മൾ വെയിലത്തേക്ക് തന്നെ വളമൊക്കെ ഇട്ട് കൊടുത്ത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ എന്ത് വളമാണെങ്കിലും ഇട്ട് കൊടുത്ത് തന്നെ നടാൻ പറ്റും. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന്. പിന്നെ ഞാൻ ഇതിനു മുമ്പൊരു ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മൊട്ടും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രൂൺ ചെയ്തിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടച്ചനപ്പോടെ വളരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു 10 മണിയുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോളിസ് ചെടികളാണ്. ഈ കാണുന്ന കോളിസ് ചെടികളിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ സെലക്ട് ചെയ്തെടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് പ്രത്യേകം ഉള്ളത് തരാം. അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി. റേറ്റ് കോളിസ് ചെടികളുടെ റേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ്, 10 രൂപയാണ്
ഒരു കട്ടിംഗ് ആയിരിക്കും തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും തരുന്നത്. അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വരാം. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.